ആദ്യം തന്നെ 84-ൽ എൻ്റെ പിതാവിൻ്റെ മരണം. അദ്ദേഹമായിരുന്നു ആദ്യം MRCP എടുത്ത്, ആദ്യത്തെ FRCP അദ്ദേഹമായിരുന്നു, ആദ്യത്തെ ഒരു പ്രൊഫസർ അദ്ദേഹമായിരുന്നു. അതേമാതിരി തന്നെ അനവധി ഹോസ്പിറ്റലുകളും മറ്റുമൊക്കെ MESൻ്റെ ബാനറിൽ അദ്ദേഹം കെട്ടിപ്പടുത്തു. ഇവിടെ തന്നെ കാലിക്കറ്റിൽ തന്നെ ഇന്നിപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാപനം അത് അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അന്ന് അതിൻ്റെ പേര് മണപ്പാട് ഹോസ്പിറ്റൽ എന്നായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ പക്ഷേ വലിയൊരു കടത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണമായി ഏകദേശം അതിൻ്റെ കുറച്ച് ഫ്ലോറുകൾ പൂർത്തിയായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ആ ആശുപത്രിയിൽ കിടന്ന് മരിച്ചത്. ആ മരണം കൂടെ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു പ്രത്യേക ഒരു മരണമാണ്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കർമ്മരംഗത്ത് നിന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭവമാണ്. അങ്ങനെ ഇതേ വീട്ടിൽ നിന്ന് രാവിലെ ഞാൻ പിതാവും കൂടെ പുറത്ത് വരുമ്പോൾ അപ്പോഴത്തേക്കും എനിക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഇട്ടത്, അബ്ദുൽ ഗഫൂർ എന്ന്. അപ്പോൾ മോനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഒരു ഫോട്ടോ ഞാൻ എടുക്കട്ടെ, ഉപ്പയും ഞാനും മോനും കൂടെ കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പുറത്തുനിന്ന് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷം എന്തോ പറഞ്ഞുകൂടാ, ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ ഇതുമാതിരി തന്നെ ഈ പരിപാടിയുമായി തന്നെ ഞാൻ പറഞ്ഞു, ഉപ്പാടെ ജീവിതം നമുക്ക് ഫോട്ടോകളിലാക്കി ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാര്യപ്പെട്ട ഒരു 10-20 ഫോട്ടോകൾ ഞാനൊരു വലിയൊരു ഫ്രെയിമാക്കി അത് ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തു. അന്ന് ഫ്രെയിം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്, ഇതല്ല ഇതുമാതിരി ഡിജിറ്റലല്ല. അത് വലിയൊരു ഫ്രെയിമിലാക്കിയിട്ട് അത് കാത്തു നിൽക്കുകയാണ്, ഉപ്പാനെ കാണിക്കാം, വൈകുന്നേരം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടത് എനിക്ക് ചെയ്തത് നമുക്ക് അറിഞ്ഞൂടത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തിനാ നമ്മൾ ഫ്രെയിമാക്കി കൊണ്ടുവരണം എന്ന്. ആ സമയത്ത് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, അദ്ദേഹത്തിന് 54 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം നമ്മൾ ഇന്നത്തെ ബേബി ആശുപത്രിയിൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹം രോഗികളെ പരിശോധിക്കാൻ തുടങ്ങി. രോഗികളെ പരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് ആ പേഷ്യൻറ്റിന് ആശങ്കയുള്ളൂ, നമ്മൾ ആങ്സൈറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പേഷ്യൻറ്റിനോട് ഇങ്ങനെ തമാശയിൽ മൂപ്പരിങ്ങനെ പറഞ്ഞു, എന്താ ഇപ്പോൾ പേടിക്കാനുള്ളത്, എന്താ നിങ്ങൾക്ക് മരണത്തെ പേടിയുണ്ടോ എന്തോന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റിനോട്. അത് ചോദിച്ച ഉടനെ തന്നെ എന്താക്കി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേന നിലത്ത് വീണുപോയി ടേബിൾ. അപ്പോൾ ആ പേന എടുക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെട്ടു. നെഞ്ചുവേദന അനുഭവപ്പെട്ടതോടുകൂടിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് കുഴഞ്ഞു വീണു. അന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, ഈ ഒരു ആശുപത്രിയിലൊന്നും ഒരു ഡീഫിബ്രിലേറ്റർ പോലും ഇല്ല, ഒരു മോണിറ്ററും ഡീഫിബ്രിലേറ്ററും ഇല്ല. അന്ന് കാലിക്കറ്റിലെ ഏറ്റവും വലിയ ആശുപത്രിയാണെന്നാണ് പറയുന്നത്. അന്നൊരു മോണിറ്ററും ഡീഫിബ്രിലേറ്ററും ഒക്കെ വാങ്ങാമെന്ന് വെച്ചൊരു മഹാസംഭവമാണ്. ഇന്ന് നമ്മളവിടെ 10-20-30 കൊല്ലത്തിന് ശേഷം നമ്മൾ എവിടെ എത്തിക്കുന്നു നോക്കുക. അന്നൊന്നുമില്ല, CT സ്കാനും ഇല്ല, MRI ഇല്ല, എക്കോ കാർഡിയോഗ്രാമും ഇല്ല, ഒന്നുമില്ല. മോണിറ്ററിന് വേണിച്ചാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോകണം. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് അവിടെ RMO സപ്പത്തും ഞാനൊക്കെ ഓടി ഞങ്ങൾ റൂമിലോട്ട് ഓടി എത്തുമ്പോഴത്തേനും അദ്ദേഹത്തിന് ബോധമില്ലാതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ആംബുലൻസിലെടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ അവർ എല്ലാം അദ്ദേഹത്തെ ഡീഫിബ്രിലേറ്റ് ചെയ്യുക എന്നുള്ള ശ്രമം നടത്തി നോക്കിയപ്പോഴൊന്നും അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്യൂപ്പിൾസ് എന്ന് പറയുന്നത്, കണ്ണിൻ്റെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്താൽ യൂഷ്വലി മരിച്ചു പോയതിന് തുല്യമാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു അദ്ദേഹം ബ്രെയിൻ ഡെഡ് ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാലിക്കറ്റിലെ സീനിയർ ഡോക്ടർമാരെ റോയ് ചാലിയുടെ മായത്തെ ആൾക്കാരെല്ലാം കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെല്ലാം ആര് ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു നിർഭാഗ്യമാണെന്ന് പറയാം, ഇവരെല്ലാവരും മരിക്കുന്നത് എൻ്റെ കൺമുമ്പിലാണ്. ഉദാഹരണമായിട്ട് എൻ്റെ മദറിൻ്റെ പിതാവായിട്ടുള്ള ഹമീദ് പിള്ള, അതായത് എൻ്റെ വല്യച്ഛൻ, അദ്ദേഹം മരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ വാപ്പ കയറിയിട്ട് കാർഡിയാക് മസാജ് ചെയ്യേണ്ടായിരുന്നു. ഡോക്ടർ ഗഫൂർ കാർഡിയാക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ എത്ര റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ ഡോക്ടർ അബ്ദുൽ ഗഫൂറിനാണ് എൻ്റെ പിതാവ് മരിക്കുന്നത് ഞാൻ നേരിട്ടുണ്ട്. ഇതിന് ശേഷം കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ റഹീം സാഹിബ്, അദ്ദേഹവും ഞാനും മാത്രമേ റൂമിലുള്ളൂ. ഒരു ന്യൂമോണിയായിട്ട് അദ്ദേഹത്തെ കൊല്ലത്തെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഞാനും മൂപ്പർ റൂമിലുള്ളവ പെട്ടെന്ന് മൂപ്പർക്ക് നെഞ്ചുവേദന വരികയും വേറെ ആരും റൂമിലില്ല, അദ്ദേഹം എൻ്റെ കൺമുമ്പിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനായിട്ട് ബന്ധമുള്ള വ്യക്തികളിൽ ഇത്രയും കാര്യപ്പെട്ട വ്യക്തികളെല്ലാം എൻ്റെ മുമ്പിൽ മരണപ്പെട്ടു എന്നത് ഒരു അത്ഭുതമാണ്. കാരണം ഒരാൾ മരണപ്പെടുന്നത്, വല്യച്ഛൻ മരണപ്പെടുന്നത് ആലുവയിലാണ്, ഞാൻ കോഴിക്കോട്ടല്ല ആലുവയിലാണ്. റഹീം സാഹിബ് മരിക്കുന്നത് കൊല്ലത്താണ്, ഞാൻ ആ സമയത്ത് അവിടെ എത്തിപ്പെട്ടു മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ അദ്ദേഹം തന്നെ പണിത ആശുപത്രി, ബേബി മെമ്മോറിയൽ ആശുപത്രി, അവിടെ അദ്ദേഹത്തിൻ്റെ കർമ്മം, അതായത് ഒരു രോഗിയെ പരിശോധിക്കുക, ആ പരിശോധിക്കുന്ന സമയത്ത് തന്നെ വെച്ചിട്ട് ഈ സമുദായത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും ഇത്രയധികം പ്രയത്നിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തി, വെറും കേവലം 54, ഇന്നിപ്പോൾ 54 എന്നൊരു വയസ്സല്ല,
54-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ടുള്ള സാമഗ്രികൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പോലും സത്യാവസ്ഥ. ഏതായാലും ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കയ്യിലല്ലെങ്കിൽ കൂടി അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള പ്രസ്ഥാനം ബേബി മെമ്മോറിയൽ ആശുപത്രി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ആശുപത്രികളിലൊന്നായി വലുതായി വന്നിരിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതേമാതിരി തന്നെ എ റഹീം സാഹിബ് മരിക്കുന്ന സമയത്ത് VM സുധീരൻ, അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം റഹീം സാഹിബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് അദ്ദേഹത്തെ പോയി കണ്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യണം, കൊല്ലം ജില്ലാ ആശുപത്രി റഹീം സാഹിബ് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അത് റഹീം സാഹിബിൻ്റെ പേരിടണം എന്ന് പറഞ്ഞപ്പോൾ സുധീരൻ വളരെ സന്തോഷപൂർവ്വം പറയും, വേണ്ട നിർദ്ദേശങ്ങൾ അവിടെയുള്ള കളക്ടർ അടക്കമുള്ള എല്ലാ ആൾക്കാർക്കും കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ആ ആശുപത്രിയുടെ പേര് A റഹീം മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ കൊല്ലം എന്നാണ്. അപ്പോൾ അതാണ് ഈ വലിയ വലിയ വ്യക്തികളായിട്ടുള്ള ബന്ധങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വ്യക്തികളായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ സംഭവമാണ് ആ വ്യക്തികളൊക്കെ മരിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഉണ്ടാവുക. ഈവൻ ദോ അവിടെ ഞാൻ വേണ്ട ആവശ്യമില്ലെങ്കിൽ അങ്ങനെയല്ല സാഹചര്യങ്ങൾ എന്നിൽ കൂടി ഞാൻ ആ സമയത്ത് ഉണ്ടായി എന്നുള്ളത്. 1982 ഞാൻ ഹൈദരാബാദിലോട്ട് MD ജനറൽ മെഡിസിൻ പഠിക്കാൻ പോയത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉസ്മാനിയയിലാണ് ഞാൻ MD ചെയ്തുകൊണ്ടിരുന്നത്. ആന്ധ്രാപ്രദേശിൽ പോയപ്പോഴാണ് ഞാൻ ഇന്ത്യക്കാരുടെ ചില മതേതര സ്വഭാവവും ആ സ്നേഹം മനുഷ്യ സ്നേഹമൊക്കെ ഏറ്റവും പ്രകടമായി കണ്ടിട്ടുള്ള ഒരു സ്ഥലം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. ഞാൻ ഒരു കമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു സബ് കാസ്റ്റാണ്. അത് NT രാമറാവുവിൻ്റെ കാസ്റ്റാണത്. അവരുടെ ഒരു വീട്ടിലൊരു പേയിങ് ഗസ്റ്റായിട്ടാണ് ഞാനും ഭാര്യയും കൂടെ നിന്നിരുന്നത്. അവർ NT രാമറാവുവിൻ്റെ കസിൻസായിട്ട് വരും. അതുകൊണ്ട് NT രാമറാവുവിൻ്റെ ഫാമിലിയിൽപ്പെട്ടവരൊക്കെ എപ്പോഴും അവിടെ വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് യാതൊരു തരത്തിലുള്ള മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ ഞങ്ങളെ സ്നേഹിക്കുകയും ചിലപ്പോൾ കാരണം ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും അവിടെ. ആ നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് വീട്ടുകാർ എൻ്റെ ഭാര്യയെ താഴത്ത് അവരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവരെ കൂടെ നിർത്തിയൊക്കെ ചെയ്തു. അതേമാതിരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഹൈദരാബാദിലായിരുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ പിതാവ് മരിച്ചത്. ഈ പിതാവ് മരിച്ച കാലഘട്ടത്തിൽ എൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള എത്രയോ സ്റ്റുഡൻസ്, എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ വന്നല്ലോ, പിതാവ് മരിച്ചുകൊണ്ട് അവരിവിടെയായിരുന്നു. വന്നപ്പോൾ അവരെന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോവുക, അവരെ കൂടെ താമസിപ്പിക്കുക, ഇതെല്ലാം മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരാണ്, മനസ്സിലാക്കണം, എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ല കൂടെ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഇപ്പോഴും ഒരുപാട് നമുക്ക് ഹോപ്പുണ്ട്. കാരണം വെച്ചാൽ ബേസിക്കായിട്ടുള്ള ഇന്ത്യക്കാരുടെ സ്വഭാവം വർഗീയതക്ക് അതീതമായിട്ടുള്ളതാണ്. അത് കണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ആൾക്ക്. അതേമാതിരി തന്നെ അവിടെ ലീവിൻ്റെ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് പിതാവ് സുഖമില്ലാതെ കിടന്നിരുന്ന മരിച്ച സമയത്ത് ഞാൻ ഇവിടെ ലീവ് എടുത്ത് വരേണ്ടി വന്നു. അതിനൊന്നും നമ്മളൊരു ലീവിനൊരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴോ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമാക്കുകയോ അല്ലെങ്കിൽ അതിൽ അറ്റൻഡൻസിൻ്റെ എൻ്റെ ഒരു അറ്റൻഡൻസിൻ്റെ പ്രശ്നം സമയത്ത് വന്നപ്പോൾ അവർ പറഞ്ഞെന്താ പറയുക, അത് ഫസൽ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, കാരണം വെച്ചാൽ ഏതായാലും പിതാവ് മരിച്ചതല്ലേ, അതിനൊക്കെ ഇപ്പോൾ അറ്റൻഡൻസ് കൗണ്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ഇയർ അറ്റൻഡൻസിൻ്റെ, അത് ഫസ്റ്റ് ഇയറിൽ MDK പരീക്ഷകളുണ്ട്, അറ്റൻഡൻസിൻ്റെ പ്രശ്നം വന്നപ്പോൾ. അപ്പോൾ അത്രയും വളരെ ഇതായിട്ടുള്ള ഒരു ഇതിലാണ് ഞാനൊക്കെ അവിടെ നിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വേറെ കാര്യം കൂടി മനസ്സിലാക്കി, നമ്മളെങ്ങനെ പെരുമാറുന്നു അതുമായിരിക്കും മറ്റുള്ളവർ പെരുമാറുന്നു. നമ്മൾ വർഗീയമായിട്ടുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും ഇങ്ങോട്ടും വർഗീയമായിട്ട് നിലപാടെടുക്കും. അതേസമയം നമ്മളൊരു സെക്കുലർ ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ജീവിതം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതേ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അവർ നമ്മളോട് അടുക്കാനായിട്ട് ശ്രമിക്കും. ഇത് പറയാനുള്ള കാരണം ആ സമയത്താണ് ഹൈദരാബാദിൽ വലിയ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പത്. അതിന് കാര്യം റമീസാബി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ, ഡോക്ടർ ചെന്നാർ റെഡ്ഡി ആയിരുന്നു ആന്ധ്ര മുഖ്യമന്ത്രി. അപ്പോൾ ആ കാലഘട്ടത്തിൽ റമീസ ബീവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു എന്തോന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ റേപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഇത് വർക്ക്. ഈ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഹൈദരാബാദിലൊരു വിഭാഗം ആൾക്കാർ 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യം വേണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. ആ മൂവ്മെൻ്റെ പേരാണ് റസാക്കാർ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ റസാക്കാർ മൂവ്മെൻറ്റിൽ പെട്ടവരാണ് ഈ മജ്ലിസ് ഇത്തിഹാദീനുൽ മുസ്ലിമീൻ MIM എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ MIM വിഭാഗം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് 6-7 ചിലപ്പോൾ 5 അല്ലെങ്കിൽ 6-7 MLA ഇത് ഓൾഡ് ഹൈദരാബാദ്, ഈ ചാർമിനാർ ഏരിയയിലുള്ളവരാണ്. അവരിൽ പെട്ടവരിലാണ് സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി എന്ന് പറഞ്ഞ നേതാവും അയാളുടെ മക്കളുണ്ട് ഇപ്പോൾ അസാദുദ്ദീനും അക്ബറുദ്ദീനും. നിങ്ങൾക്കറിയാലോ, വിവാദപരമായിട്ടുള്ള ഈ സ്പീച്ചുകൾ നടത്തുന്ന വ്യക്തിയാണ് ഈ അക്ബറുദ്ദീൻ അസാദുദ്ദീനൊക്കെ. അന്ന് ഇവരില്ല, സലാഹുദ്ദീൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് വലിയ വർഗീയ ലഹളകൾ അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ വർഗീയ ലഹളകളൊന്നും ഞങ്ങളെ ബാധിക്കാറില്ല.
ഏത് നേരെ വർഗീയലഹള നടക്കുന്ന സ്ഥലത്താണ് ഉസ്മാനിയ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി നിൽക്കുന്ന അഫ്സൽഗഞ്ച്. അപ്പോൾ ഒരുപാട് വർഗീയലഹളകളിൽ പെട്ട ആൾക്കാരെ ചികിത്സിക്കാനുള്ള ഇതും കൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് അവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നുള്ള നിലക്ക് ഞാൻ കാഷ്വാലിറ്റി മാനേജ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരുപാട് വർഗീയലഹളകൾ, കത്തിക്കുത്ത്, വെടിവെപ്പ് കേസ് മറ്റേ മറിച്ചയിലൊക്കെ വന്ന് എന്നാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയും മറ്റുള്ള ഡോക്ടർമാരൊന്നും നമ്മളോട് ആ തരത്തിലുള്ള ഒരു സമീപനം എടുത്തിട്ടില്ല. അതായത് വർഗീയത എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ലഹളയോട് മാത്രമേ നിൽക്കുന്നുള്ളൂ, അല്ലാതെ അത് കോളേജിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഞങ്ങൾ തൊഴിലെടുക്കുന്നിടത്തോ അല്ലെങ്കിൽ ഞങ്ങളെ ആരെയും ബാധിക്കുന്ന രീതിയിലോട്ട് അത് പോയിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നതാണ്, അതുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവ് വർഗീയതക്കെതിരാണ്. ഈ പല ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്, സംഭവങ്ങൾ വർഗീയമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ കൂടി അത് എല്ലാവരെയും ബാധിക്കുന്നതല്ല. അതിന് ആര് കാരണക്കാരാണോ ആ കാരണക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 3-4 തവണ അവിടെ വർഗീയ ലഹളകൾ. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പായിരുന്നു, ആ വർഗീയ ലഹളകളുടെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കാരണം ഒന്ന് MIMൻ്റെ രാഷ്ട്രീയം, രണ്ട് നിർഭാഗ്യവശാൽ കോൺഗ്രസ് രാഷ്ട്രീയം. ഈ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രിമാരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഗീയ ലഹളകൾ ഉണ്ടാക്കും. അവരുടെ തന്നെ എതിരാളികൾ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ. ഉദാഹരണമായിട്ട് ചെന്നാറെഡ്ഡിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വർഗീയ ലഹള. ഞാൻ ഇപ്പോൾ വേറൊന്നും ഉദ്ധരിക്കുക, ബീഹാറിൽ അതേപോലെ തന്നെ. ബീഹാറിലെ കാര്യം ഞാൻ പറയാനെന്ന് വെച്ചാൽ ബീഹാറിൽ സത്യേന്ദ്രനാരായണ സിൻഹ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വലിയ വർഗീയ ലഹളാണെന്നു. ബാഗൽപൂരിൽ വെച്ച് ഒരു ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്ന സ്ഥലം. അന്ന് സത്യേന്ദ്രനാരായണ സിൻഹ എഴുതിയിട്ടുണ്ട്, ഈ വർഗീയ ലഹളകൾ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള ഭഗവത് ആസാദാണ്, അദ്ദേഹം ഇയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വർഗീയ ലഹളകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് ഉണ്ടായിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലെ കാര്യം തന്നെ നമുക്ക് എടുത്താൽ ഞാൻ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രം 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ മാറ്റി. അതായത് ചെന്നാറെഡ്ഡി, ഭാവനം വെങ്കട്ടറാം റെഡ്ഡി, അഞ്ചയ്യ, കോട്ട്ല വിജയഭാസ്കർ റെഡ്ഡി, 4 മുഖ്യമന്ത്രിമാരെ അവിടെ മാറ്റി. പലതും മാറ്റാനുള്ള കാരണം ഈ വർഗീയ ലഹളകൾ കാരണമാണ്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് മാറ്റിക്കൊണ്ടിരുന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഏതായാലും വേറൊരു സംഭവത്തിന് കൂടി ഞാൻ സാക്ഷിയായി അവിടെ. അത് വലിയ രസകരമായ രീതിയിലാണ് സാക്ഷിയായത്. ഇത് NT രാമറാവു ഫിനോമിന. 1982-83 ആണ് NT രാമറാവു. അന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി അഞ്ചയ്യായിരുന്നു. ആ അഞ്ചയ്യ ബീഗംപേട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് രാജീവ് ഗാന്ധിയെ കാണാൻ വേണ്ടി പോയി. അന്ന് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, രാജീവ് ഗാന്ധി AICC സെക്രട്ടറിയാണ്. അവിടെ വെച്ചിട്ട് പരസ്യമായിട്ട് അദ്ദേഹത്തെ അപമാനിച്ചു എന്നാണ് NT രാമറാവു പറയുന്നത്. അതിൻ്റെ പേരിൽ തെലുഗു ആത്മാഭിമാനം അല്ലെങ്കിൽ തെലുഗു ആത്മഗൗരവം ഇതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, NT രാമറാവു. അങ്ങനെ NT രാമറാവുവിൻ്റെ പാർട്ടി ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിക്കുകയും അന്ന് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രചരണത്തിനായിട്ട് റഹീം സാഹിബ് അവിടെ വരികയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ആ സമയത്ത് NT രാമറാവുവിൻ്റെ കുടുംബക്കാർ മുഴുവൻ അവിടെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ റഹീം സാഹിബാണ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ റഹീം സാഹിബിൻ്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ശൈലി ആയതുകൊണ്ട് അവരോടൊന്നും സംസാരിക്കുമ്പോൾ ഉടക്കമൊന്നുമില്ലാതെ അദ്ദേഹം ഇതായി പോവുകയും അന്ന് കോൺഗ്രസ്സിനെ വമ്പിച്ച രീതിയിൽ പരാജയം വയ്ക്കുകയും ചെയ്തു. NT രാമറാവുവിൻ്റെ പാർട്ടിയായ TDP അങ്ങനെ അധികാരത്തിൽ വരികയും ചെയ്ത സംഭവം നമ്മുടെ മുന്നിൽ അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു സ്ലോഗൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു, അതായത് തെലുങ്കിലാണ്. ദിഗീരണ്ടി ദേശഭക്തലു ഖബട ദേശഭക്തലു ദില്ലിയിലെ അമ്മകാര പാദഭക്തലു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കപട ഭക്തലു ദില്ലിയിലെ അമ്മ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ്. പാദഭക്തന്മാർ ഇറങ്ങി വാ ദില്ലിയിലെ ഇന്ദിരാഗാന്ധിയുടെ കാല് കഴുകണ പാദഭക്തന്മാരെന്ന് പറഞ്ഞിട്ടാണ് NT രാമറാവുവിൻ്റെ സ്ലോഗൻ. ഏതായാലും തെലുഗു ആത്മാഭിമാനത്തിൻ്റെ പേരിൽ ആണ് അന്ന് അങ്ങനെ ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് NT രാമറാവുവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ബാലകൃഷ്ണൻ അന്ന് അവിടുത്തെ തെലുങ്കിലെ വലിയ സൂപ്പർ സ്റ്റാർ ഹീറോ ആണ്. അദ്ദേഹം ആയിട്ട് വലിയ ഒരു ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് ഒരിക്കൽ റഹീം സാഹിബിന് സുഖമില്ലാതെ വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ബാലകൃഷ്ണ അദ്ദേഹത്തെ കാണാൻ വരികയൊക്കെ ചെയ്തൊക്കെ ഉണ്ടായി. ഏതായാലും അതോടുകൂടി ഞാൻ കോൺഗ്രസിൻ്റെ ഒരു ഭരണം അവിടെ അവസാനിക്കുന്നതായിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു പ്രത്യേകത എന്തുണ്ടായെന്ന് വെച്ചാൽ NT രാമറാവുവിൻ്റെ ഭരണം വന്നതിന് ശേഷം അവിടെ ഭയങ്കരമായിട്ട് തെലുഗു
ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാമുഖ്യം നൽകുകയും ഇതൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ഒരു വർഗീയ ലഹള പോലും അവിടെ ഉണ്ടായില്ല. ഇവിടെയാണ് ആ രാഷ്ട്രീയമായിട്ടുള്ള ഇത് വരുന്നത്. NTRൻ്റെ അല്ലെങ്കിൽ TDP ഭരണകാലത്ത് തീരെ വർഗീയ ലഹളകൾ ഉണ്ടായില്ല. അതേസമയം അതിന് മുമ്പ് നടന്ന കോൺഗ്രസ് ഭരണകാലത്ത് വലിയ വർഗീയ ലഹളകൾ വന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ ഒരു പ്രശ്നമുണ്ടായി. കാരണം എന്താ, ഇന്ദിരാഗാന്ധി തീർച്ചയായിട്ടും വർഗീയ ലഹള അനുകൂലിക്കുന്ന ആളല്ല. പക്ഷേ ലോക്കലായിട്ടുള്ള കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് കാരണം അന്ന് YS രാജശേഖർ റെഡ്ഡി അവിടുത്തെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചീഫാണ്. ഈ YSR, മരിച്ചുപോയ YSR. ചെന്നാർ റെഡ്ഡി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ചെന്നാർ റെഡ്ഡിയും YS രാജശേഖർ റെഡ്ഡിയും ഭയങ്കര അടിയാണ്. ഒരു കാസ്റ്റിൽപ്പെട്ട അവിടെ ഒരു കാസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഭയങ്കരമായിട്ട്. കാരണം NT രാമാറാവിൻ്റെ തെലുഗുദേശം എന്ന് പറഞ്ഞാൽ കമ്മ അല്ലെങ്കിൽ കമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തിൽ ഇവിടെ ഒരു കർഷക ജാതിയിൽപ്പെട്ടവരാണ്. അതിനെക്കാട്ടും കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് റെഡ്ഡി പാർട്ടി. ഈ റെഡ്ഡികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനും കോൺഗ്രസ്സുകാരാണ്. ഈ നമ്മൾ അറിയപ്പെടുന്ന എല്ലാ റെഡ്ഡിമാരും, നീലം സഞ്ജീവ റെഡ്ഡി, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി, ചെന്നാർ റെഡ്ഡി, വെങ്കട്ടറാം റെഡ്ഡി, YS രാജശേഖർ റെഡ്ഡി, ഇതെല്ലാം കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ റെഡ്ഡികളല്ലാത്തവരെല്ലാവരും കൂടെ ഒന്നിക്കുകയും അവരുടെ കൂടെ ന്യൂനപക്ഷങ്ങൾ ചേരുകയും ചെയ്തവരുടെ കോൺഗ്രസിൻ്റെ ഭരണം അവിടെ NT രാമാറാവിനെ അവസാനിപ്പിക്കാൻ പറ്റി. പിന്നെ ആകെ തിരിച്ചുവരവ് നടത്തിയത് കോൺഗ്രസ് എപ്പോഴാണെന്ന് വെച്ചാൽ YS രാജശേഖർ റെഡ്ഡി കെയിം ബാക്ക്. ഇതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. അപ്പോൾ ആ വ്യക്തികളായിട്ടൊക്കെ YSRും ഇവരായിട്ടൊക്കെ എല്ലാവരുമായിട്ട് ഭവനം വെങ്കട്ടറാം റെഡ്ഡിയെ വിജയഭാസ്കർ റെഡ്ഡിയായിട്ടൊക്കെ നേരിട്ട് കാണാനും മീറ്റ് ചെയ്യാനും ഒക്കെ റഹീം സാഹിബ് ഉള്ളത് കാരണം, അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് വന്നത് കാരണം അദ്ദേഹവുമായിട്ട് ഞാനും പോയിരുന്നു കൂടെ പ്രചരണത്തിന് ഇവർ പോകുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൽ തമാശത്ര ഉണ്ടാവുള്ളൂ. ഞാനും മൂപ്പരും കൂടെ ഇങ്ങനെ യാത്ര പോകും. മൂപ്പർക്ക് ഉറുദു ഒട്ടും അറിയില്ല. അപ്പോൾ അവർക്ക് ഈ റഹീം എന്ന് കാണുമ്പോൾ അവരെ ധാരണ ഉറുദു പറയുന്ന ആളാണ്. അപ്പോൾ അവരുടനെ തന്നെ വന്ന ഉടനെ തന്നെ അവർ ഡയലോഗ് തുടങ്ങും. അസ്സലാമു അലൈക്കും, ഓ ചായിയാമേ, ചായിയാമേ. റഹീം സാഹിബിന് വല്ലതും മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാനവിടെ പഠിച്ചാൽ എനിക്കറിയാം, എനിക്ക് ഉറുദു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് അദ്ദേഹം വഖഫിൻ്റെ കൂടെ മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ വഖഫ് ഇഷ്യൂസും കൂടെ ഉണ്ടായിരുന്നല്ലോ, വഖഫിൻ്റെ ഇഷ്യൂസും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ രാജീവ് ഗാന്ധിയുടെ തന്നെ ചെറിയ കൈപ്പിഴവെന്നാണ് ഞാൻ പറയുന്നത് കൊണ്ട് ആണ് ആ സംസ്ഥാനം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും ചിദംബരത്തിൻ്റെ കൈപ്പിഴവ് കൊണ്ട് ആ സംസ്ഥാനം വീണ്ടും നഷ്ടപ്പെട്ടു കോൺഗ്രസ്സിന്. അപ്പോൾ ആ ആന്ധ്രാപ്രദേശിൽ പഠിക്കാനുള്ള വലിയൊരു ഭാഗ്യം. കാരണം ചില എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എന്നോട് അഭിപ്രായം ചോദിക്കണം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹോസ്പിറ്റബിളായിട്ടുള്ള ഒരു ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രക്കാരാണ്. ആന്ധ്രയിൽ കാരണം വെച്ചാൽ അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഈ ഹൈദരാബാദ് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖലകൾ ഉൾക്കൊള്ളുന്നു. ഒന്ന് മറാഠ മേഖല ഉൾക്കൊള്ളുന്നു, ഇപ്പുറത്തെ ഭാഗത്ത് അത് കന്നഡ മേഖല ഉൾക്കൊള്ളുന്നു. അവിടെ ഉറുദുവാണ് അവിടുത്തെ ഭാഷ, ഹൈദരാബാദിലെ ലോക്കൽ ഭാഷ, പിന്നെ തെലുഗു ഭാഷ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയതായതുകൊണ്ട് ഒരു സമ്മിശ്രമായ സംസ്കാരമുണ്ട് ഹൈദരാബാദിന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അപ്പോൾ അവരാരെയും വെൽക്കം ചെയ്യും. ഈ സമ്മിശ്ര സംസ്കാരമുള്ള സ്ഥലങ്ങളിലെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവർ വേഗം വെൽക്കം ചെയ്യും. കാരണം അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ പലതും. ഇപ്പോൾ തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സിൽ തന്നെ ഹിന്ദിക്കാരുണ്ടായിരുന്നു, തെലുഗു സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, നമ്മുടെ രാജ്പൂട്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഔട്ട്സൈഡർ എന്നൊരു തോന്നൽ അവിടെ വന്നിരുന്നില്ല. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട അതേമാതിരി തന്നെ അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ഉസ്മാനിയ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരുടെയും ഒരു ഘടന അങ്ങനെയായിരുന്നു. പാർസികളായിട്ടുള്ള പ്രൊഫസർമാരുണ്ട്, രാജ്പൂട്ട് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, യാദവ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്ന്. അപ്പോൾ ഈ ഹൈദരാബാദിൻ്റെ ഒരു പ്രത്യേകത അതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ടാവും. അതേമാതിരി തന്നെ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ ഒരു പരിധീസയാണ് ഹൈദരാബാദ് ആ കാലത്ത്. സിനിമ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് തെലുങ്ക് സിനിമ എന്ന് ഹിന്ദി സിനിമ. തെലുഗു സിനിമയുടെ തെലുഗു സിനിമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുഴുവൻ മദ്രാസിലാണ് കിടന്നിരുന്നത്. അങ്ങനെ NT രാമാറാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അഗ്നേനി നാഗേശ്വർ റാവു ANR അദ്ദേഹത്തിൻ്റെ റൈവലായിരുന്നു ANR. പക്ഷേ ANRനെയും അതേപോലെ ഈ അടുത്ത് മരണപ്പെട്ട D രാമനായിഡു ഇവർ രണ്ടുപേരെയും പിടികൂടിക്കൊണ്ട് അവരെ കൊണ്ട് സ്റ്റുഡിയോ തുറപ്പിച്ചു ഹൈദരാബാദിൽ. അപ്പോൾ ഞാനിത് സാക്ഷ്യമാകാൻ കാരണം ഞാൻ NTRൻ്റെ കുടുംബമായിട്ടുള്ള അടുപ്പം കാരണം ബാലകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, അദ്ദേഹം ഷൂട്ടിങ്ങിനൊക്കെ വിളിച്ചുകൊണ്ടുപോകും. അപ്പോൾ അന്ന് അവിടുത്തെ മറ്റൊരു വലിയ സൂപ്പർ സ്റ്റാറായിരുന്നു കൃഷ്ണ എന്ന പേരിൽ, വിജയ നിർമ്മലയുടെ ഹസ്ബൻഡ് കൃഷ്ണ, ഇന്നത്തെ മഹേഷ് ബാബുവിൻ്റെ പിതാവ്. അപ്പോൾ ഇവർ എല്ലാം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ജൂബിലി ഹിൽസ്, ബഞ്ചാര ഹിൽസ് ഏരിയയിൽ ഇവർ D രാമനായിഡു സ്റ്റുഡിയോവും അന്നപൂർണ സ്റ്റുഡിയോവും നമ്മുടെ കൃഷ്ണയുടെ പത്മാലയ സ്റ്റുഡിയോവും ഒക്കെ കൂടെ സെറ്റപ്പ് ചെയ്തിട്ട്, പിന്നെ രാമോജി റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം നമ്മുടെ ബാരൻ, അദ്ദേഹം ഒരു അദ്ദേഹം ഈനാട് പത്രത്തിൻ്റെ ഓണറാണ്. അദ്ദേഹം ഒരു അച്ചാർ കമ്പനി തുടങ്ങിയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം അവിടെ പോയിട്ട് ഫിലിം സിറ്റി തുടങ്ങി.
അങ്ങനെ ഈ ഫിലിം ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കാൻ പറ്റി. അത് പിന്നീട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഫിലിം ചേംബർ പ്രസിഡൻ്റായിരുന്ന കാലത്ത് എനിക്കിവിടെ പോകാനും അവരായിട്ടൊക്കെ വീണ്ടും സൗഹൃദം പുലർത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും ഞാൻ പറയുന്ന ആ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിലിം സിറ്റി ആയിട്ട് തന്നെ ഹൈദരാബാദ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. പിന്നീടുള്ള ഹൈദരാബാദിൻ്റെ IT സിറ്റി എന്നുള്ളതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത് N. ചന്ദ്രബാബു നായിഡു വന്നതിന് ശേഷമാണ്. NTRൻ്റെ സണ്ണിലോ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉള്ള രസം ചന്ദ്രബാബു നായിഡു റഹീം സാഹിബിനോട് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചന്ദ്രബാബു നായിഡു വന്ന് അഞ്ചയ്യ മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിയാണ്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു പൊളിറ്റിക്സ്. NT രാമറാവു ഇലക്ഷൻ ആദ്യം മത്സരിക്കുമ്പോൾ ചന്ദ്രബാബു നായിഡു TDPയിലല്ല, അദ്ദേഹം കോൺഗ്രസ്സിലാണ്. അദ്ദേഹത്തിന് എന്തോ ചെറിയ മൈനർ മിനിസ്ട്രി കൊടുത്തു, ആർക്കിയോളജി എന്തൊരു മിനിസ്ട്രി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് നടക്കുകയാണ്. അന്ന് അദ്ദേഹം TDPയിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലെ പൊളിറ്റിക്സുമായിട്ടും ഈ പ്രത്യേകിച്ച് ഈ TDP പൊളിറ്റിക്സും MIM പൊളിറ്റിക്സായിട്ടൊക്കെ പറയാം. പിന്നെ MIMൻ്റെ ഒരുപാട് നേതാക്കന്മാരായിട്ട് ഒരു മുസ്ലിം സംഘടനയുടെ പ്രസിഡൻ്റ് എന്നുള്ള ആൾക്ക് ഞാൻ ബന്ധപ്പെടേണ്ടി വന്നു. കാരണം അതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ട്. എന്താ സാഹചര്യം എന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ സംഭവമാണ്. ഡോക്ടർ വിസാറത്ത് റസൂൽ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള MLA ഉണ്ടായിരുന്നു. ആ MIM MLA ആയിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം MESൻ്റെ ഹൈദരാബാദ് കോൺഫറൻസിൽ പങ്കെടുത്തു. അവിടെ വെച്ച് എൻ്റെ പിതാവായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജ് തുടങ്ങി. പക്ഷേ ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കൂല. അങ്ങനെ സാങ്ഷൻ കൊടുക്കാത്തൊരു മെഡിക്കൽ കോളേജ് ആണ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മളുടെ NT രാമറാവു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാവുകയും നാദേന്ദ്ര ഭാസ്കർ റാവു എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നമ്പർ 2 ആയിരുന്ന ആൾ പാർട്ടി പിളർത്തുകൊണ്ട് അപ്പുറത്ത് പോയി കോൺഗ്രസ് സപ്പോർട്ടോട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. അപ്പോൾ MIMൻ്റെ സപ്പോർട്ട് ചോദിച്ചപ്പോൾ MIM പറഞ്ഞു ഞങ്ങളുടെ ഈ മെഡിക്കൽ കോളേജുണ്ട്, വിസാറത്തിൻ്റെ മെഡിക്കൽ കോളേജുണ്ട്, ഈ മെഡിക്കൽ കോളേജിന് നിങ്ങൾ സപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സപ്പോർട്ട് കൊടുത്തിട്ട് അതിന് സാങ്ഷൻ കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ പറയണം. അപ്പോൾ MESുമായിട്ട് ബന്ധപ്പെട്ട വിസാറത്ത് റസൂൽ ഖാൻ അദ്ദേഹം MESൽ നിന്നാണ് ഈ ഐഡിയ കടമെടുത്തത്, മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്നുള്ളത്. അന്ന് 1984 ഡക്കൻ മെഡിക്കൽ കോളേജ് എന്ന പേരിൽ ഹൈദരാബാദിലെ MES കോൺഫറൻസിന് ശേഷം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി. അതിൽ തീർച്ചയായിട്ടും MESൻ്റെ പ്രചോദനമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.